റൂഹകന്നാലും പൊന്നെ ഞാൻ മറക്കൂല, ഖബറടഞ്ഞാലും കൽവിൻ വാതിലടയൂല. തൂമഞ്ഞിൻ തൂവലേ പൂത്തഴുകും കാറ്റലേ ചെങ്കിൽ ചേർത്തു. ഞാനിന്നിവിടെ നമ്മുടെ ഈ മാവുണ്ടല്ലോ ഇഡ്ലിക്കൊക്കെ ദോശമാവ്, അപ്പോൾ ആ ദോശമാവിൽ ഇത്തിരി ഉജാല ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഉണ്ടല്ലോ നമ്മുടെ ഗ്യാസ് അടുപ്പ് ഇവിടെയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ പിന്നെ അപ്പോൾ അതാണ് തേച്ച് കഴുകാനായിട്ടാണ് കേട്ടോ, അതാണ് ഞാൻ ക്ലീനൊന്നും ആക്കിയിട്ടില്ല. എന്നിട്ട് നമ്മളെ ബർണറും ഇതെല്ലാം ഒന്ന് കഴുകി കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചില്ലി ഗ്ലാസ്സുകളൊക്കെ ഉണ്ടല്ലോ, ചില്ലിൻ്റെ പ്ലേറ്റ്, ഇതൊക്കെ ഒന്ന് ഇതിലിട്ട് കഴുകി കൊടുക്കാം കേട്ടോ. നല്ല പോലെ ഞാൻ ദോശമാവ് ഉണ്ടായിരുന്ന പാത്രമാണത്, അതിൽ തന്നെയാണ് ഞാനിപ്പോൾ ഇതൊക്കെ ഒഴിച്ച് കുറച്ച് സമയം വെച്ചിട്ട് കഴുകാം. അതുപോലെ തന്നെ കിച്ചൻ്റെ സിങ്ക് ഇതൊക്കെ ഇട്ട് കുറച്ച് നേരം വെച്ച് ഒന്ന് കഴുകട്ടെ കേട്ടോ. ഇപ്പോൾ നോക്കി ഞാനിവിടെയൊക്കെ നല്ല പോലെ തേച്ച് കഴിയിട്ട് കണ്ടാൽ തന്നെ അറിയാൻ പറയും നല്ല ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ നമുക്ക് സന്തോഷം തോന്നൂലേ, കളർ കാണുമ്പോൾ നല്ല ഗ്ലേസിങ് ആയിട്ട്. അതുപോലെ തന്നെ ഈ ഗ്ലാസ്സുകൾ കണ്ട, ഇതൊക്കെ ഞാൻ നല്ല പോലെ തേച്ച് കഴിഞ്ഞ് നല്ല കളറായിട്ടാണ്. ഇങ്ങനെ ഇതൊക്കെ ഞാൻ ഉപയോഗിച്ചിരുന്നില്ല, അപ്പോൾ ഈ ഉപയോഗിക്കാത്ത ഗ്ലാസ്സുകളൊക്കെയാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ ചെയ്തിരിക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസിൻ്റെ അടുപ്പിൽ ഇത് പാത്രം സ്റ്റാൻഡ്, പിന്നെ അതുപോലെ തന്നെ ഗ്യാസ്, ഇതൊക്കെ കേട്ടോ. ഇനി നമുക്ക് നല്ല പോലെ ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നോക്കിയാൽ ഞാനിവിടെ ഇതെല്ലാം കഴുകി എടുത്തു കേട്ടോ. അതുകൊണ്ട് എല്ലാ പാത്രങ്ങളും ഇവിടെ കണ്ടറിയാം. ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി, നമ്മുടെ ദോശക്കല്ല് കഴുകി, അപ്പോൾ ഗ്ലാസ്സുകളൊക്കെ കണ്ടാൽ നല്ല ക്ലീനായി. ഞാനിതൊന്നും ഉപയോഗിക്കാത്ത ഗ്ലാസ്സുകളായിരുന്നു. ഇതൊക്കെ ക്ലീനാക്കി എടുത്ത് നമ്മുടെ ബർണർ ഇതൊക്കെ നല്ല പോലെ ആക്കിയിട്ടാ. അതേപ്പോൾ പാത്രങ്ങൾ സ്റ്റീൽ പാത്രങ്ങളാണെങ്കിലും നല്ല ക്ലിയർ ആയിരിക്കും കേട്ടോ. പാത്രങ്ങളൊക്കെ കണ്ടാലറിയാം നിങ്ങൾക്ക്. ഈ പാത്രങ്ങളൊക്കെ നല്ല ഇതാക്കി എടുത്ത് ഞാൻ ഇപ്പോൾ കഴുകി വെച്ചതാണ് കേട്ടോ. അതുപോലെ നമ്മുടെ ഗ്യാസ് അടുപ്പ് ഇതെല്ലാം നല്ല പോലെ ക്ലീൻ ആവും കേട്ടോ. നമുക്ക് ദോശമാവൊക്കെ വീട്ടിൽ ബാക്കി ഉണ്ടാവുമല്ലോ, ബാക്കിയൊക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലെ ഇതിൽ കുറച്ച് ഉജാല ഒഴിച്ചിട്ട് ഒന്ന് നല്ല പോലെ തേച്ചാൽ മതി കേട്ടോ. നല്ല ക്ലീൻ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെയൊക്കെ ഞാൻ നല്ല പോലെ ക്ലീനാക്കി എടുത്തു കേട്ടോ. നല്ല ഇതായിട്ട് എടുക്കാവും കേട്ടോ. നമ്മളുടെ പരിസരത്തൊക്കെ നല്ല പോലെ ഇതാക്കി എടുത്തു. സ്ലാബൊക്കെ തുടച്ചു. ഇതുകൊണ്ടൊക്കെ ഇങ്ങനെ ഇതാക്കാം. നമ്മൾ മിക്സിയൊക്കെ തുടച്ചെടുത്തു. ഞാൻ മിക്സിയൊക്കെ തുടച്ചിട്ട് അപ്പോൾ മിക്സിക്ക് നമുക്കൊരു കവറ് പോലെ ഇട്ട് കൊടുക്കാം. അത് നമ്മളുടെ മക്കളുടെ ഒരു ബനിയനോ ട്രൗസറോ എന്തെങ്കിലും മതി കേട്ടോ. ഇതിനായിട്ട് കടയിൽ നിന്ന് മേടിക്കാനൊന്നും നിൽക്കണ്ട. അത് നമുക്കിങ്ങനെ ഇട്ട് കൊടുത്താലുണ്ടല്ലോ പൊടിയും പിടിക്കില്ല, പിന്നെ വെള്ളവും ഒന്നും അതിൻ്റെ ഉള്ളിലേക്ക് ആവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലൊരു ബനിയനോട് ഞാൻ ഒരു കവർ ഉണ്ടാക്കിയതാണ്. എന്താ വെച്ചാൽ ഞാൻ ഈ പാത്രത്തിൻ്റെ സ്റ്റാൻഡിൻ്റെ അടുത്താണ് ഇത് വെക്കുക. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പാത്രത്തിൽ നിന്നുള്ള വെള്ളം ഇതിൻ്റെ ഉള്ളിലേക്ക് വറ്റും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നല്ല പോലെ ക്ലീൻ ആയിട്ടാണ്. നല്ല ക്ലീൻ ആവുന്ന നന്നായി ക്ലീൻ ആവും. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ടാണ്. ഞാൻ എൻ്റെ അടുക്കളാണിത്. ഞാൻ ഇതുപോലെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാത്രങ്ങളൊക്കെ ഒരു ഭാഗത്ത് എടുത്ത് വെച്ചിട്ടില്ല, ഞാനിതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പാത്രങ്ങളൊക്കെ കഴുകിയ പാത്രങ്ങൾ ഇവിടെയൊക്കെ ഞാനിതിങ്ങനെ ഇനി ഒരു ഭാഗത്ത് വെക്കണം. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ വെച്ചേക്കാണ്. ഇനി ഇതൊക്കെ ഓരോ ഭാഗത്ത് ഒതുക്കി വെക്കണം. അപ്പോൾ നമുക്ക് എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളിയായിട്ടുള്ള റിസൾട്ടാണ്. അപ്പോൾ നമ്മളെ ബർണറൊക്കെ കണ്ടാലറിയാം നന്നായി ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ചെയ്യുക കേട്ടോ. കവറൊക്കെ കാലിയായിട്ടുണ്ടാവുമല്ലോ, എല്ലാവരും വീട്ടിലുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ സൈഡ് ഭാഗം കൊണ്ട് നമുക്ക് എന്തല്ല ഇവിടെയൊക്കെ ഇങ്ങനെ അഴുക്കുകൾ ഇരിക്കുമല്ലോ, അതൊക്കെ നമുക്ക് വെടുപ്പാക്കാനായിട്ട് സിമ്പിളാട്ടോ. ഇങ്ങനെ ഇതിൻ്റെ ഇടയിലൊക്കെ ഒന്ന് കുത്തി കൊടുത്താൽ നല്ല പോലെ ക്ലീൻ ആവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. നല്ല ഇതാണ്, നന്നായി വെടുപ്പാവും കേട്ടോ. എൻ്റെ ഇവിടെ അങ്ങനെ അധികം ഇല്ല, ഞാൻ ഇങ്ങനെ ചെയ്തത് കൊണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ നല്ല പോലെ ക്ലീൻ ആവും. നല്ലൊരു ഉറപ്പാണ്, നല്ലൊരു ഇതുണ്ടല്ലോ, മോനെ ഒക്കെ ഉണ്ടല്ലോ. ഇതുപോലെ ഇങ്ങനെ ഇതുകൊണ്ട് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഈ ഗ്യാപ്പിലൊക്കെ ഇട്ടിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ ചെയ്യാം. ഇതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. നല്ല പോലെ ക്ലീൻ ആവും. എന്നിട്ട് നമുക്ക് നല്ല പോലെ തുടച്ച് കൊടുത്താൽ മതി കേട്ടോ. നല്ലതാണ്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ
അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക. നമുക്ക് സിമ്പിളാണ്, നമ്മളെ വീട്ടിലുണ്ടാവുന്ന ഇതല്ലേ, കളയുന്ന സാധനങ്ങൾ. ഇത് വെച്ചിട്ടൊന്ന് ഉരച്ച് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം.